ഒരു കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്വവും നമ്മുടെ സ്ത്രീകളുടെ തലയിലാണ്. എല്ലാ പ്ലാനിങ്ങുകളും നടത്തുന്നതും നമ്മുടെ സ്ത്രീകളാണ്. ഉദാഹരണത്തിന്, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഓഫീസുകളിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ തങ്ങളുടെ ഭർത്താവിന് ജോലിക്ക് പോകണമെങ്കിലോ നമ്മൾ പ്ലാനിങ് ചെയ്യും. എത്ര മണിക്ക് എഴുന്നേൽക്കണം അല്ലേ? ഒരു എക്സാമ്പിൾ, നമ്മുടെ ഹസ്ബൻഡിന് ഒരു 6 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ 4 മണിക്ക് അലാറം വച്ചാൽ 6 മണിയാകുമ്പോൾ ഹസ്ബൻഡിനെ ആഹാരമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു പ്ലാനിങ് നമുക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ്. എന്നാൽ നേരെ മറിച്ച് ഹസ്ബൻഡിന് ഈ വക ടെൻഷനൊന്നുമില്ല അല്ലേ? രാവിലെ എഴുന്നേൽക്കുക, അദ്ദേഹത്തിന് ഒരു 6 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഒരു 6:30 6 മണി ആ സമയത്ത് അലാറം വെച്ച് എഴുന്നേൽക്കുക, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുക, ഫുഡ് മേശപ്പുറത്തുണ്ടാകും, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കും, അത് കഴിക്കുക, പോവുക അല്ലേ? പക്ഷെ നേരെ മറിച്ച് ഒരു സ്ത്രീയാണെങ്കിൽ രാവിലെ ഒരു പ്ലാനിങ് നമുക്ക് ഒരു 7 മണിക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഒരു 8 മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 8 മണിയൊക്കെ ചുരുക്കമാണ്, സ്കൂൾ ബസ്സൊക്കെ ഒരു 7 7:30 ആ ഒരു ടൈമിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? രാവിലെ ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റാൽ മാത്രമേ ഈ എല്ലാ കാര്യങ്ങളും ഒരു മുടക്കം കൂടാതെ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്ത് തീർത്ത് അവരെ കറക്റ്റ് ടൈമിൽ വിടാൻ സാധിക്കുകയുള്ളൂ. അതാണ് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം. അപ്പോൾ അടുക്കളപ്പണി എന്നുള്ളത് നമ്മുടെ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? അത് പണ്ട് മുതലേ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് അല്ലേ? പുരുഷന്മാർ ജോലിക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുക. അത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങാതിരുന്ന ഒരു കാലമാണ്. ഇന്നത്തെ അവസ്ഥ അതല്ല. മിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പുരുഷന്മാരെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അവരും ജോലിക്ക് പോയിട്ടാണ് വീട്ടുകാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ്, അവിടെ ജോലി ഭാരം പകുതി ഒന്ന് പുരുഷന്മാർ ഏറ്റെടുക്കുക. അവൾ ജോലി ചെയ്യുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ആ കുടുംബത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാം ഒരു ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു അണുകുടുംബമായി മാറിയിട്ടുണ്ട്. പണ്ടാണ് കൂട്ടുകുടുംബം സിസ്റ്റം. അപ്പോൾ അവിടെ കുടുംബ അംഗങ്ങൾ കൂടുതലായിരിക്കും, സ്ത്രീജനങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. ഇന്നത്തെ സ്ഥിതി അതല്ല. ഒരു പെൺകുട്ടിയാണ് ആ കുടുംബത്തിലുള്ളത്. അത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ആ കുടുംബത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാം ഒരു ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു അണുകുടുംബമായി മാറിയിട്ടുണ്ട്. പണ്ടാണ് കൂട്ടുകുടുംബം സിസ്റ്റം. അപ്പോൾ അവിടെ കുടുംബ അംഗങ്ങൾ കൂടുതലായിരിക്കും, സ്ത്രീജനങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. ഇന്നത്തെ സ്ഥിതി അതല്ല. ഒരു പെൺകുട്ടിയാണ് ആ കുടുംബത്തിലുള്ളത് അല്ലേ? ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ് ആ കുടുംബത്തിലുള്ളത്. അപ്പോൾ എല്ലാ ജോലിഭാരവും അവളുടെ തലയിലാണ്. അപ്പോൾ അവൾ എല്ലാ ജോലിയും ചെയ്യാൻ അർഹതപ്പെട്ടവരാണ്. ഇത് നമ്മളുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് മാറാൻ നമ്മുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതിന് ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അപ്പോൾ ഇതുപോലെയുള്ള നീതിയുക്തമായ അല്ലെങ്കിൽ അപ്പോൾ ഇതുപോലെ തുല്യമായി സ്ത്രീക്കും പുരുഷൻ തുല്യത എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രം പോരാ, നിയമവ്യവസ്ഥയിലും കൂടി വരേണ്ടതുണ്ട്. നിയമവ്യവസ്ഥയിൽ വന്നാലും പോരാ, നമ്മുടെ കുടുംബങ്ങളിലും നടപ്പാക്കേണ്ടതുണ്ട്. അത് നടപ്പാക്കണമെങ്കിൽ ഒരു നിയമത്തിനെ കൊണ്ടോ ഒരു സുപ്രീം കോടതിക്ക് കൊണ്ടോ ഒന്നും സാധ്യമല്ല. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറാകണം. താങ്ക് യു.